പറച്ചിൽ കാരണമാണ് നമ്മളിപ്പോൾ വരുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മളുടെ ഗിവ് അവേയുടെ വിന്നറെ ഈ ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇനി ഗിവ് അവേയിൽ വിന്നർ ആവാത്തവർ ഒരിക്കലും വിഷമിക്കരുത്, നമ്മൾ ഇനിയും ഗിവ് അവേ വെക്കുന്നുണ്ട്. അപ്പം ഇനി വരും വീഡിയോസിലൊക്കെ ഗിവ് അവേ ഇനിയും നടത്തുന്നുണ്ട്. അപ്പം അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക, കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ മാത്രമുള്ളൂ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ മറക്കണ്ട, നമ്മളുടെ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ഗിവ് അവേയിലെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ കിച്ചണിൽ ചെന്ന സമയത്ത് ഉമ്മത സാമ്പാറും ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിലേക്കൊരു തേങ്ങാ ചട്നിയും കൂടി അരച്ചെടുക്കുകയാണ്. ഇത് നമ്മളുടെയൊക്കെ വീടുകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും താളിച്ചെടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീ വന്ന് പടരാറുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നിയും കൂടെ ഒന്ന് കടുക് വറുത്തെടുക്കട്ടെ. ഉപ്പ എന്നും ഇതിലും നേരത്തെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഉമ്മാൻ്റെ ഇഡലി ചുടലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനൊന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാണ്. ഉപ്പ ഓഫീസിൽ പോവാണ്. എൻ്റെ മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സെബീന ഇവിടെ ഇല്ല കേട്ടോ, മോളി ഇവിടെ ഇല്ല. മോളിൻ്റെ വീട്ടിൽ പോയതാണ്. പിന്നെ ഷിജിക്കാക്കാൻ്റെ മോന് സാനു ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് നമ്മൾ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉമ്മ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ.
ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസ് ആകുമ്പോൾ ഗീ റൈസ് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ, നമ്മൾ കഴിക്കാനാവുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ചിക്കൻ കറിക്കുള്ള പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്കുള്ള മസാലകളെല്ലാം ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഉമ്മ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഇത്രയും അരച്ചെടുത്താൽ മതി. ഇതിൽ നിന്ന് കുറച്ച് ഉപ്പാക്ക് മീൻ കറിയിലേക്ക് മാറ്റി വെക്കാണ്. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഇതേ സമയം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ തയ്യാറായി. ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ സമയം ഉമ്മ അവിടെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. അപ്പം ചെറിയ കാക്കയും ഷേസയും കൂടെ ഫെമിനിയും മോളെയും കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്ക ഇവിടെ നാട്ടിലില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പിന് പോയതായിരുന്നു ഷെജിക്കാക്ക. അപ്പോൾ അവരിത് അവിടെ എത്തിയിട്ടുണ്ട്.
ഉപ്പയും ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും ഇതാ ഉമ്മ അടിപൊളി മീൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പാക്കുള്ള. നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉപ്പാക്ക് എന്ത് ചോറായി കഴിഞ്ഞാലും പച്ചക്കായ ഉപ്പേരിയോ അല്ലെങ്കിൽ ഇലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ. അപ്പോൾ അതും ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം നമ്മൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിയതാണ് കേട്ടോ. റിഹാനും വന്നിട്ടുണ്ട്, വലിയ ബ്രദറിൻ്റെ ഷെറിക്കാക്കാൻ്റെ മോനെ റിഹാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താനിയെ ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ നമ്മളുടെ അടുത്തുള്ള റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയതാണ്. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് മാസ്ക് ഇട്ടിട്ടില്ലല്ലോ എന്ന്. പഴയ ഓർമ്മയിൽ അങ്ങനെ ഇറങ്ങി നടന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. താനിയക്കും ഷെയ്സിനും നടന്ന് മതിയായിട്ടില്ല കേട്ടോ. താനിയക്കാണ് ഇനിയും വേണം ഇനിയും പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് മാസ്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോയി. മാസ്ക് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഒന്ന് മാറ്റി ഞങ്ങൾ നേരത്തെ താഴേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് മുകളിലൊരു പറമ്പുണ്ട്, അവിടേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഈ പാത്തുമ്മാൻ്റെ കർശന കാരണമാണ് നമ്മളിപ്പോൾ വരുന്നത്. താനിനോട് ചോദിച്ചു നോക്കും അടുത്തോന്ന്. ഇനി പോണോ? നീ നടക്കണോ? ബോറടി മാറിയോ? ബോറടി മാറിയോ? ഈയല്ലേ പറഞ്ഞ ബോറടിക്കണുണ്ട് ബാബൂര്. നല്ലൊരു വലിയ കയറ്റം തന്നെ കയറാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ അങ്ങനെ കയറിയിട്ട് പിന്നെ താഴേക്ക് തന്നെ തിരിച്ചു പോരാണ് ചെയ്തത്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നടക്കാനിറങ്ങിയപ്പോൾ ഞാനും ഷെയ്സും താനിയും ഫെമി ഇറങ്ങിയിട്ടുള്ളായിരുന്നു. പിന്നെയാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. ഇനി നമുക്ക് ഗിവ് അവേയുടെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ ആരും സ്റ്റോപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു കമൻറ്റ് പിക്കർ ആപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വിന്നറിന് വയനാട് ക്ലബ് റിസോർട്ടിൽ വയനാട് ക്ലബ് റിസോർട്ടിൽ 1 day നൈറ്റ് സ്റ്റേ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ വിന്നർ സൽമാനാണ്, മലപ്പുറത്ത് നിന്നും. കൺഗ്രാറ്റ്സ് ടു ദി വിന്നർ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് വിന്നറിനെ സെലക്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിന്നർ, ഇപ്രാവശ്യത്തെ ഗിവ് അവേയിലെ വിന്നർ സൽമാനാണ്. മലപ്പുറത്ത് നിന്ന് തന്നെയാണ്, നമ്മളുടെ നാട്ടുകാരൻ തന്നെ ആയിരിക്കും. അപ്പോൾ
സൽമാന് കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി സൽമാൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടൂല കേട്ടോ, എന്റെ നമ്പർ അല്ല. അപ്പൊ ഇനി നിങ്ങൾ ആരും അതിൽ വിളിച്ചിട്ട് എന്നെ കിട്ടാൻ വഴിയില്ല കേട്ടോ, അതുകൊണ്ട് ആരും അതിൽ മെസ്സേജ് ചെയ്യണ്ട. പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.